നമസ്തേ, രാധാകൃഷ്ണനാണ്. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് നിസാർ എന്ന് പറഞ്ഞൊരു പയ്യനാണ്. എൻ്റെ കൊച്ചുനാൾ മുതലെയുള്ള ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഇന്നും സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് മുസ്ലിം സമുദായത്തിന് ഉള്ളതല്ല. ഈ എല്ലാ സമുദായങ്ങളിലും ചില കൃമികൾ കാണും. അതുപോലെ ഒരു താത്ത, നിങ്ങളെ മുസ്ലിം സമുദായത്തിൽ ഒരു താത്തയുണ്ട്, ഒരു കാല് വയ്യാതെ. ആ സ്ത്രീയെ പ്രധാനമന്ത്രിയെ വിളിച്ച് പറഞ്ഞ ചീത്ത കേട്ടിട്ട് മര്യാദ ഇല്ലാത്തൊരു ചീത്തയാണ് വിളിക്കുന്നത്. പ്രധാനമന്ത്രിയെ വിളിക്കുന്നത്, RSSനെയും വിളിക്കുന്നത്. ഈ രണ്ട് പേരും ഈ സ്ത്രീ വല്ലാതെ അംശം കൊണ്ട് ചീത്ത വിളിക്കുന്നു. ആ ഒരു വീഡിയോയിൽ നിന്നാണ് വിളിക്കുക, പരസ്യമായിട്ട്. അതിനെതിരായിട്ടുള്ള പരാതികൾ ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ എൻ്റെ ഓഫീസിലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതിന് നിയമ നടപടികൾ ഡൽഹിയിൽ നിന്ന് വരണമെന്നുള്ളത്. ഇത് ഒക്കെ സൈബർ സെൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ചീത്ത വിളിക്കുന്നതൊക്കെ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർക്ക് കേസ് അവർ എടുത്തിട്ടില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഇതിൻ്റെ ഇതെടുക്കണം. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ വിളിച്ചു, 2 ദിവസം കൊണ്ട് എടുക്കുന്നില്ല. നമ്മളെ ഇയാൾ സുരേന്ദ്രൻ MP അല്ല MP അല്ല, സോറി, MLA, അദ്ദേഹത്തിനെ വിളിച്ചു, അദ്ദേഹം എടുക്കുന്നില്ല ഫോൺ. ഇവർ ഈ നേതാക്കന്മാർ എടുക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ഇത് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. കാര്യം അണികൾക്ക് ഒരു പ്രയാസമുണ്ട്. നേതാക്കന്മാർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസം കാണില്ലേക്കാം. 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് MLA ആയിട്ട് നിൽക്കാനുള്ള ഒരു ആഗ്രഹം കാണുള്ളൂ. ഈ സാധാരണപ്പെട്ട ഞങ്ങൾക്കൊക്കെ ഇതുപോലെ ഈ RSSനെ ചീത്ത വിളിക്കുകയും പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പൊള്ളും. സാധാരണ ജനങ്ങൾക്ക്. നിങ്ങൾക്ക് ഇതൊക്കെ പൊള്ളില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത് എല്ലാവരുടെ കയ്യിലും മൊബൈലുള്ളതാണ്. ഈ സ്ത്രീ ഈ ചീത്ത വിളിക്കുന്നത് നിങ്ങളെല്ലാവരും കാണും. പല BJP പ്രവർത്തകരും വീഡിയോ ആയിട്ടുണ്ട്. അവരൊക്കെ ഇതിനകത്ത് വളരെ അമിഷമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ ഇത്രയും ചീത്ത വിളിക്കുന്നത് BJPയിലെ നേതൃത്വം കാണില്ലെന്ന്. ഇനി കൃഷ്ണദാസിനെയും കൂടെ ഞാൻ കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതങ്ങനെ വിടാൻ ഉദ്ദേശമില്ല. ഈ സ്ത്രീ കാല് വയ്യാത്തൊരു സ്ത്രീയാണ്. അവർ പറഞ്ഞ ഭാഷയിലൊന്നും മറുപടി പറയാൻ നമുക്ക് പറ്റില്ല. അവർ പറയും പോലെയൊന്നും നമുക്ക് സംസാരിക്കാനും പറ്റില്ല. അത് നമ്മുടെ ഒരു സംസ്കാരമല്ല. നമുക്ക് നമ്മൾ എഴുതുന്ന വീഡിയോ ഒക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. അതുകൊണ്ട് മോശമായ രീതിയിലുള്ള സംസാരവും മോശമായ രീതിയിൽ പറ്റില്ല. ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ഇങ്ങനെ പറയാനേ ഞങ്ങൾക്ക് അറിയാവുള്ളൂ. അവർ പറഞ്ഞ ഭാഷയൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഒരു നേതാക്കന്മാരെയും ചീത്ത വിളിക്കുന്നത് ശരിയല്ല. അത് ഇടതുപക്ഷമായിക്കോട്ടെ, കോൺഗ്രസ് ആയിട്ട്, BJP ആയിട്ട് നമ്മളെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എല്ലാവരെയും ഇഷ്ടപ്പെടണമെന്നില്ല. പിണറായി ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും, മോദിയെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും, നമ്മളെ മുഖ്യമന്ത്രിയെ ഇപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും, ആഭ്യന്തരമന്ത്രി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും, ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും. അതൊക്കെ സ്വാഭാവികമായിട്ടാണ്. പക്ഷേ ഈ ചീത്ത വിളിച്ച് സംസാരിക്കും ഈ സ്ത്രീ വളരെ ഇതായിട്ട് ചീത്ത വിളിക്കുകയാണ്. അത് പ്രധാനമന്ത്രി ഇത്രയും വലിയ ചീത്ത വിളിക്കുന്നത് ശരിയല്ല. അത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ബന്ധപ്പെട്ട BJP അധികാരികൾ നിങ്ങൾ ഇടപെടണം. നിങ്ങൾക്ക് 5 വർഷമാകുമ്പോൾ MLAക്ക് മാത്രം ജനങ്ങൾ മുമ്പ് നിന്നാൽ പോലെ. ഞങ്ങളപ്പോൾ സാധാരണ ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് BJPയിലെ നേതൃത്വം ഇത് ഇടപെടണം. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ, നിങ്ങളാണ് ഇവിടെ. നിങ്ങളുടെ ഒരു മര്യാദ എന്ന് വെച്ചാൽ ഞങ്ങൾ ഫോൺ വിളിച്ചാൽ നിങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങളല്ലേ നിങ്ങളെ ഏൽപ്പിച്ച ആൾക്കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നേതാവെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കേൾക്കാനൊരു മനസ്സുണ്ടാവണം. അണികൾ പറയുന്നത് കേൾക്കാനുള്ള ശരിയും തെറ്റും പിന്നെയുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ചെയ്യുന്നത് ശരിയാണ്. അവർ ഓഫീസിൽ ആളിനെ എടുത്തിട്ടുണ്ട്, അവർ കേൾക്കുന്നുമുണ്ട്. ഞങ്ങൾ പറഞ്ഞ അയാൾ വ്യക്തി നല്ല വൃത്തിയായിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തി. ഇനി ഡൽഹി വഴി ഈ സ്ത്രീക്കെതിരായിട്ട് കേസെടുക്കണം. ആ സ്ത്രീ അത് പോരാ, അത് വളരെ മോശമായ ആ സ്ത്രീയാണ് ചീത്ത വിളിക്കുന്നത്. അവരെ പേരെനിക്ക് മറന്നുപോയി. ഷബീന ബാത്മെ എന്താണ് പേര്. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ മുട്ടൻ ചീത്തയാണ് വിളിക്കുന്നത്. ആ സ്ത്രീ എന്ന് വെച്ചാൽ അവരെ മതത്തിനെയും ചീത്ത വിളിക്കുകയാണ്. അവർ മുസ്ലിം മതത്തിനെയും ചീത്ത വിളിക്കുകയാണ്. ഈ നാട്ടിൽ ഇങ്ങനൊരു വൈറസല്ലേ ഇത്, ഈ വൈറസ്. അത് ചിലപ്പോൾ ആ സ്ത്രീ വളരെ ഒരു വൃത്തിയുടെ സ്ത്രീകളിൽ നിന്ന് പറയാൻ നോക്കില്ല. ഞാൻ അങ്ങനെ കൂട്ടാനൊന്നും നോക്കില്ല. അത് വല്ലാത്തൊരു ജന്തുവാണ്. ജന്തു എന്ന് വേണം പറയാം. അങ്ങനെ ആണ് ഈ ചീത്ത വിളിക്കുന്നത്. ഇത്രയും ഭയങ്കര ഒരു പെണ്ണിൻ്റെ ലക്ഷണമൊന്നും അതില്ല. 2 കാലും കൂടെ കൊടുത്തിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ 2 കാലും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഈ സാധനം എങ്ങനെയായിരിക്കും?
ദൈവം ഓരോന്നിനെ അറിഞ്ഞ് തന്നെ ഓരോന്ന് കൊടുക്കാത്തത്. അതിൻ്റെ നശിച്ച നാക്കാണ്, വൃത്തികെട്ട നാക്ക്. ആ നാക്ക് കൊണ്ടാണ് ഇതൊക്കെ പറയണത്. ലോകം ആരാധിക്കുന്ന പ്രധാനമന്ത്രിയല്ലേ? നമുക്ക് എത്ര വിരോധമാവട്ടെ, നമ്മൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയല്ലേ. നിങ്ങൾക്ക് വൈരാഗ്യം കാണും, ഇന്ത്യയിലെ പ്രധാനമന്ത്രി നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം, അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ചീത്ത, ഇത്രയും വലിയ ചീത്തയിൽ വിളിക്കുന്നത്, എന്നിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് എന്നെ ചുറ്റി വളയുന്നതില്ല, ചുറ്റി വളയാൻ പോണതേ ഉള്ളൂ. ഈ മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിട്ട്, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇത്ര മോശമായി പറഞ്ഞാൽ അത് വിടാൻ നോക്കില്ല. അത് തീർച്ചയായിട്ടും അതിന് രംഗത്തിറങ്ങും. ഞാൻ BJP പല നേതാക്കന്മാരെയും വിളിച്ച് പറഞ്ഞു, ഇവരാരും അതിലോട്ട് ഒരു സെറ്റില്ല. അതിന് RSSന് ബന്ധപ്പെട്ട ആൾക്കാർ അത് ഇടപെടണം. അങ്ങനെ വഴിയെ പോകണമെന്നൊക്കെ എടുത്തിട്ട് അടിക്കാനുള്ളതല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി RSS. ഇവരെ ചെണ്ടയല്ല, ഇത് വളരെ കഷ്ടപ്പെട്ട് എഴുതിയ പ്രസ്ഥാനമാണ്. അതിലുള്ള നല്ല നേതാക്കന്മാരുണ്ട്, നല്ല ആത്മാർത്ഥമുള്ള നേതാക്കന്മാരുണ്ട്. അല്ല ഭരണം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മുമ്പസ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടല്ല. അപ്പോൾ ഇത് നമ്മളെ വിട്ട് പരാജയമാണ്. എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്, ഈ ചെറിയ ചീത്ത വിളിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ സ്ത്രീക്കരുത്, ആ ഒരു മുസ്ലിം മതം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ആ വരുന്നതെന്ന് പറഞ്ഞത്, അല്ല മുസ്ലിങ്ങളെ മൊത്തമല്ല പറഞ്ഞത്. അങ്ങനെ മുസ്ലിങ്ങളെല്ലാം നല്ല നൂറുകണക്കിന് നല്ല കൊള്ളാന്നുള്ള മുസ്ലിങ്ങളൊക്കെ ഉണ്ട്, അവരൊന്നും ഇങ്ങനെ പറയില്ല. ഇത് ചില ക്രിമികൾ, ഈ മതഭ്രാന്ത് പിടിച്ച് അതിനകത്തുള്ള വർഗീയത, അവർക്ക് അവരെ മതത്തിനോടും ചീത്ത വിളി തന്നെ. അപ്പോൾ അതിന് ബന്ധപ്പെട്ട അധികാരികൾ നിയമ നടപടിയെടുക്കണം. നിയമത്തിൻ്റെ വഴിക്ക് വേണം നമുക്ക് പോകാൻ, അല്ലാതെ വഴിക്കല്ല. ഈ സ്ത്രീയെ പോലെ നടന്ന് ഇതിൽ കൂടെ ചീത്ത വിളിക്കാൻ നോക്കില്ല. കാര്യം ഇത് നമ്മളെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അതിൽ കൊച്ചു പിള്ളേർ കാണും, അമ്മമാർ കാണും, സഹോദരിമാർ കാണും, നമ്മളെ മോളെ പ്രായത്തിലുള്ള പിള്ളേർ കാണും. അതുകൊണ്ട് നമുക്കതുപോലെ ചീത്ത വിളിച്ചൊന്നും സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ബന്ധപ്പെട്ട നേതാക്കന്മാർ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം. ഇല്ലെങ്കിൽ ഇനി ഈ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രധാനമന്ത്രിയെ പറഞ്ഞതിൻ്റെ പേരിൽ, RSSനെ പറഞ്ഞതിൻ്റെ പേരിൽ അത് കേട്ടോണ്ടിരിക്കാൻ നോക്കില്ല, തിരിച്ച് പറയും എന്തൊക്കെ വന്നാലും. താങ്ക് യു.